ഇന്നലെ തൃഷ പോസ്റ്റ് ചെയ്ത CM വിജയ് സാറിൻ്റെ ബർത്ത്ഡേ പോസ്റ്റിൻ്റെ അടിയിൽ ഒരു ഏഞ്ചൽ നമ്പർ കണ്ടോ? ഈ ഏഞ്ചൽ നമ്പറൊക്കെ ഇത്രയും പവർഫുൾ ആണെന്നുള്ളത് നമുക്ക് ഇതിൽ കൂടുതലൊരു പ്രൂഫ് വേണം. അതായത് എല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ് ഈ ഏഞ്ചൽ നമ്പർ എന്നുള്ളത്. 00, അതായത് മാനിഫെസ്റ്റ് ചെയ്യാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താനും ആ ഒരു വ്യക്തിയോട് നന്ദി പറഞ്ഞും അത് നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളൊരു പുതിയൊരു ബിഗിനിങ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബർത്ത്ഡേ വിഷിൻ്റെ അടിയിൽ താഴെ ആ ഒരു 00 എന്നുള്ളൊരു കോഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പല വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യുമോ എന്നൊക്കെ. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പറുകളൊക്കെ സഹായിക്കുന്നത്. അതുപോലെ നമുക്ക് ജോബ് കിട്ടാനായിട്ട്, വീട് വെക്കാനായിട്ട്, അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ തൃഷ വിജയ് സാറിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് കാർഡ് എടുക്കാം. പല റൂമറുകളും അവരെക്കുറിച്ചുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 കാർഡ്സാണ് എടുക്കുന്നത്. ഒന്നാമത്തെ കാർഡ് എങ്ങനെയാണ് അവർ ഫ്യൂച്ചറിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു കാർഡ് എടുക്കാൻ പോകണം കേട്ടോ. രണ്ടാമത്തെ കാർഡ്. ആദ്യത്തെ കാർഡ് ഇപ്പോൾ സ്റ്റിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതും, രണ്ടാമത്തെ കാർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അങ്ങനെ 2 കാർഡ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. ഒന്നാമത്തെ കാർഡിൽ പറയുന്നത്, നിങ്ങൾക്കൊരു തുടക്കം കിട്ടാതെ, വളരെയധികം മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ പോലും തുടക്കം കിട്ടാതെ ഐഡിയകൾ കാര്യങ്ങളൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ്. ആഗ്രഹമുണ്ട്, മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അത് സഡനായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബ്ലോക്ക്, ഈ എനർജി ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. അതിൽ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങണമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു പുഷ് കിട്ടുന്നില്ല. അതായത് വേണോ വേണ്ടയോ അങ്ങനെയുള്ളൊരു പുഷ് കിട്ടുന്നില്ല. പുതിയ കാര്യങ്ങളെല്ലാം തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഒരു കോൺഫിഡൻസ് കുറവ്, ഇനി അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ വരുന്നുണ്ട്. എനിക്കത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ പോലും അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അതായത് ഒരു പ്ലാൻ കൃത്യമായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റാത്തുള്ളൊരവസ്ഥ, സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ, പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് മുന്നിലേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ പക്ഷേ പലതുകൊണ്ടും ഓട്ടോമാറ്റിക്കലി ബോഡി അല്ലെങ്കിൽ മൈൻഡ് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കാർഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കൊരു ഫീലിങ്സ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റൊരാൾക്ക് അത് കറക്റ്റായിട്ട് തുറന്ന് പറയാനോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനൊന്നും സാധിക്കാത്തൊരു ഒരു സ്പാർക്ക് കുറയുന്നൊരവസ്ഥ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ പറ്റാതെ ഒരു ബ്ലോക്ക് എനർജിയാണ് ഈ ഒരു കാർഡിൽ നിൽക്കുന്നത് കേട്ടോ. മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അത്ര വേഗത്തിൽ മൂവ് ഓൺ ചെയ്യുന്ന ഒന്നല്ല. കാരണം വളരെ സ്ലോ ആയിട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് കമ്മ്യൂണിക്കേഷൻസൊക്കെ ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഡിലേ ആയിട്ട് വരുന്നൊരു സാഹചര്യം കൂടി ഈ ഒരു കാർഡിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിൽ പറയുന്നുണ്ടെങ്കിൽ വലിയൊരു ജമ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവണമെന്ന് മെൻ്റലി പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് ഒട്ടും തന്നെ സാധിക്കില്ല. മാത്രമല്ല അങ്ങനെ ഒരു ജമ്പ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കണം എന്നാണ് പറയുന്നത്. സോ പതുക്കെ സ്റ്റെപ്പുകൾ വെച്ചാൽ മതി. വലിയൊരു ജമ്പ് അത് ആവശ്യമില്ല. കാരണം ഒരുപാട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പെൻഡിങ് ആണ്. മാത്രമല്ല നിങ്ങൾ പുതിയ പ്രൊജക്റ്റുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട്. പുതിയ പ്രൊജക്റ്റുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് ബിസിനസ് ഐഡിയാസ് കാര്യങ്ങൾ പദ്ധതികളെല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ട്. പക്ഷേ ഒരു ഫീലിങ്സ് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര കണക്ഷൻ കുറവാണ്. അങ്ങനൊരു സാഹചര്യമാണ് ഈ ഒരു കാർഡിൽ കാണിക്കുന്നത്. പക്ഷേ പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എല്ലാത്തിലും കാണിക്കുന്നത്. അതും കുറച്ച് ഡിലേ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിലേ ആയിട്ട് ആലോചിച്ചെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എത്രമാത്രമാണ് കണക്റ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. ഈ ഒരു കാർഡിൽ, രണ്ടാമത്തെ കാർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു എനർജി, അതായത് സംസാരിക്കാൻ മടിയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഒരു എനർജി ഭയങ്കര ലോസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാധ്യത, ഒരു മോട്ടിവേഷനൊക്കെ വരാനുള്ളൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണിത്. ഒബ്സർവേഷനിലാണ് നിങ്ങൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ നല്ല രീതിയിൽ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, ടോക്കുകൾ, അൺനെസറി ആയിട്ടുള്ള കുറേ ടോക്കുകൾ, കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും കേട്ടോ. ഒരുപാട് തെറ്റിദ്ധാരണകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാകും എങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ അപ്രോച്ചുകൾ, പുതിയ പുതിയ സാഹചര്യങ്ങൾ, സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അതായത് ഇൻ്റർവ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സാഹചര്യം ആയിരിക്കാം, അതല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ആയിരിക്കാം. സംസാരിക്കാൻ ചില സാഹചര്യങ്ങളിൽ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ പോലും ചില ഇമോഷൻസ് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ആവാനായിട്ട് സാധിക്കാറില്ല. ഇപ്പോഴും ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇമോഷൻ, അതായത് മനസ്സിന് ഭയങ്കര അധികം ഒരു ഇമോഷൻ നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്, നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതും കൂടി ഈ ഒരു കാർഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളെപ്പോഴും ഒരാളുടെ മെസ്സേജ്, ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് സോഷ്യൽ മീഡിയാസിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ഒരു മെസ്സേജ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു മെസ്സേജ് എപ്പോൾ വരും എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കര ഒബ്സർവ്ഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് ഈ ഒരു കാർഡിൽ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ആക്റ്റീവായിരിക്കും, ഓവർ തിങ്കിങ് ഉണ്ടാവാനുള്ള ചാൻസസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെസ്സേജിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയൊരു ഐഡിയയിലൂടെ, പുതിയൊരു വേയിലൂടെ, പുതിയൊരു കമ്മ്യൂണിക്കേഷനിലൂടെ, പുതിയൊരു മെൻ്റൽ എനർജിയിലൂടെയാണ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. ഈ ഒരു മെൻ്റൽ എനർജി എന്നുള്ളത്, തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ തെറ്റിദ്ധാരണകളെല്ലാം മാറി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മുന്നിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടായിരിക്കും കാണുന്നത്. എനിക്ക് അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. മുന്നിലേക്ക് അവർ തുടർന്ന് നല്ലൊരു തുടക്കമായിട്ട് തന്നെ മുന്നിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണം. അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാവട്ടെ, നല്ല മെസ്സേജിങ്, കോൺവെർസേഷൻ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ, നല്ലൊരു ബെറ്റർ ഒരു സൗഹൃദം അവർക്കിടയിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.